മോണ്ടിസോറി മലയാളം കോഴ്സിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ചരിത്രമാണ്. എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരങ്ങൾ ഉണ്ടാവും. എൻ്റെ ഉത്തരം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും ആണ് എന്നാണ്. നമ്മളിൽ പലരും ഒന്നുകിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാവാം. അതുമല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മോണ്ടിസോറിയുടെ ആശയങ്ങൾ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും ഈ ഒരു ലക്ഷ്യത്തിൽ മോണ്ടിസോറിയുടെ വളരെ അസാധാരണമായ ചരിത്രം നമ്മളെ സഹായിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ ഇതിനെ അവലംബിച്ചിട്ടുള്ളത് E.M. സ്റ്റാൻഡിങ്ങിൻ്റെ മോണ്ടിസോറി ഹെർ ലൈഫ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നിങ്ങളത് വായിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. 1870 അങ്കോണ എന്ന പ്രവിശ്യയിൽ ഷിയാറവല്ലി എന്ന് പറയുന്നൊരു സ്ഥലത്ത് മോണ്ടിസോറി ജനിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് മോണ്ടിസോറിയുടെ ജനനം മുതൽ 1906 കാസ ഡി ബാംബിനി കുട്ടികളുടെ വീട് എന്ന പേരിൽ മോണ്ടിസോറി ഒരു ആദ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങുന്നുണ്ട്. അതുവരെയുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അലസാൻഡ്രോ മോണ്ടിസോറി ആണ് മോണ്ടിസോറിയുടെ അച്ഛൻ. അദ്ദേഹം വളരെ ഒരു പട്ടാളക്കാരനായിരുന്നു. വളരെ യാഥാസ്ഥിക മൂല്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളാണ്. പലപ്പോഴും മോണ്ടിസോറിയുടെ തിരഞ്ഞെടുപ്പുകളെ എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. റെനിൽഡെ സ്റ്റെപ്പാനി ആണ് മോണ്ടിസോറിയുടെ അമ്മ. ഇവർ ഇറ്റലിയിലെ ആ കാലത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തത്വചിന്തകനും ശാസ്ത്രജ്ഞനും പുരോഹിതനുമൊക്കെയായിരുന്ന ആൻ്റോണിയോ സ്റ്റെപ്പാനിയുടെ മരുമകളാണ്. അമ്മയാണ് മോണ്ടിസോറിയെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചതും അമ്മയാണ് അവരുടെ ഒരു റോൾ മോഡലായിരുന്നതും. മോണ്ടിസോറി അങ്കോണയിലെ സാധാരണ പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത്. മോണ്ടിസോറിക്ക് ഒരു 12 വയസ്സായ സമയത്ത് മോണ്ടിസോറിയുടെ കുടുംബം അങ്കോണയിൽ നിന്ന് റോമിലേക്ക് താമസം മാറ്റുന്നുണ്ട്. അതിനുള്ള കാരണം കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം അവരുടെ മകൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. 1882 റോമിലേക്ക് അവർ മാറുന്നത്. ഈ സമയമാകുമ്പോഴേക്കുമൊക്കെ മോണ്ടിസോറിയുടെ ഒരു വ്യക്തിത്വം, ഒരു വ്യതിരിക്തമായ വ്യക്തിത്വം ആർജിച്ചെടുത്തിരുന്നു. സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ പ്രകടിപ്പിക്കാനും അത് നടപ്പിൽ വരുത്താനുമൊക്കെയുള്ള ആർജവവും മോണ്ടിസോറിക്കുണ്ടായിരുന്നു. മോണ്ടിസോറി ഒരു 14 വയസ്സായപ്പോൾ അവർ കണക്കിൽ താല്പര്യം ജനിക്കുകയും എൻജിനീയറിംഗ് ആണ് എൻ്റെ ഒരു കരിയർ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ പെൺകുട്ടികൾ ഇത്തരം തിരഞ്ഞെടുപ്പുകൾ എടുക്കാറില്ല. ഒന്നുകിൽ ടീച്ചറാവുക, അല്ലെങ്കിൽ സെമിനാരിയിൽ ജോലി ചെയ്യുക. അത്തരം പെൺകുട്ടികൾക്ക്, പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്ന
ജോലികളുണ്ടായിരുന്നു. ഇറ്റലി 1870-ലാണ്, 19ാം നൂറ്റാണ്ടിലുള്ള കാര്യമാണ്. ഇതിന് ഒരുപാട് എൻജിനീയറിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് എന്ന് വന്നപ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ടായി. പക്ഷേ അതിലുള്ള തമാശ എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മോണ്ടിസോറിക്ക് ജീവശാസ്ത്രത്തിൽ താല്പര്യം ജനിക്കുകയും പിന്നെ വൈദ്യശാസ്ത്രം പഠിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആണ് മോണ്ടിസോറി എത്തുന്നത്. ഈ കണക്കിലുള്ള അഭിരുചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഭിരുചി അവരൊരിക്കലും പിന്നെ അവർ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മുടെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണക്കിലെ ലേണിംഗ്, പഠനോപകരണങ്ങളും പഠിപ്പിക്കുന്ന രീതിയുമൊക്കെയാണ്. കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. മോണ്ടിസോറി വളരെ സമർപ്പണ ബോധമുള്ള, നല്ല ആർജവമുള്ള, നമുക്കൊരു പക്ഷേ വാശിയുള്ള ഒരു സ്ത്രീയായിരുന്നു. വൈദ്യശാസ്ത്രം പഠിക്കണമെന്നുള്ള തീരുമാനത്തിന് മോണ്ടിസോറിയുടെ അച്ഛൻ എതിർത്തു. അതുപോലെ സമൂഹത്തിൽ നല്ല എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ സമൂഹം പൊതുവെ ചിന്തിക്കുന്ന രീതികൾക്കെതിരെ ഏത് കാലത്തും ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും സാമൂഹികമായിട്ടുള്ള പരിഹാസങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും. ആ അർത്ഥത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വേണം ആ ഒരു തീരുമാനത്തെ കാണാൻ. മോണ്ടിസോറി ഇതിൻ്റെ ഏറ്റവും ഉന്നത അധികാരികളെ വരെ പോയി കാണുന്നുണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടറായിട്ടുള്ള ഗൈഡോ ബാസിലിയെ കാണുന്നുണ്ട്. ബാസിലി ഈ ആവശ്യത്തെ നിരാകരിക്കുന്നുണ്ട്. നിരാകരിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് മോണ്ടിസോറി പറഞ്ഞത്, ഞാനൊരു ഡോക്ടർ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. എം സ്റ്റാൻഡിങ്ങിൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള അവരുടെ അതിലുള്ള ആ ശ്രമങ്ങളൊന്നും നമുക്ക് എം സ്റ്റാൻഡിങ്ങിൻ്റെ പുസ്തകത്തിൽ നിന്നല്ല, വേറെയും പുസ്തകങ്ങളിലൊന്നും ഈ ഒരു ഘട്ടത്തിലുള്ള ചരിത്രം നമുക്ക് കിട്ടുന്നില്ല. എന്തായാലും അവർ റോം യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം നേടുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവേശനം നേടിയെങ്കിലും ആ ഒരു സമയവും അത്ര എളുപ്പമായിരുന്നില്ല. നമുക്കറിയാവുന്ന പോലെയൊക്കെ ഇറ്റലിയിലെ ആദ്യത്തെ സ്ത്രീ ഡോക്ടറാണ് അവർ. അപ്പോൾ അതിനർത്ഥം അവരുടെ പഠിക്കുന്ന സമയത്ത് വേറെ സ്ത്രീകളൊന്നും അവിടെ പഠിക്കുന്നില്ല. ബാക്കിയുള്ള കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ആൺകുട്ടികൾ തന്നെയാണ്. വളരെ നല്ലൊരു അനുഭവമല്ല ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ലഭിക്കുന്നത്. കളിയാക്കലുകളും തടസ്സങ്ങൾ സൃഷ്ടിക്കലും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഈ ശരീരങ്ങളെ കീറിമുറിച്ച് പഠിക്കുന്ന ഒരു സംഗതി, ഡിസെക്ഷൻ. ഇത് ചെയ്യാൻ മോണ്ടിസോറിക്ക് മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം നഗ്നമായ ഒരു ശവശരീരം ആൺകുട്ടികളുടെ കൂടെ, ആണുങ്ങളുടെ കൂടെ ഒരു സ്ത്രീ കാണുക എന്നുള്ളത് ആ സമയത്ത് അചിന്ത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ബാക്കി എല്ലാ കുട്ടികളും പോയതിനു ശേഷം, വിദ്യാർത്ഥികളും പോയതിനു ശേഷം രാത്രി ഒറ്റയ്ക്ക് വൈകി ഇരുട്ടി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. ഡിസെക്ഷൻ റൂമുകളൊക്കെ ഡോക്ടർമാരായ ആളുകൾക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു അനുഭവമാണ് അത്. ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത്, അതും നേരം ഇരുണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സകലവിധ പ്രയാസങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് അവർ അവരുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നത്. ഇത് പലപ്പോഴും ഇതൊരു വലിയ പ്രചോദനമാവേണ്ടതാണ്. നമ്മളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുക എന്നുള്ള കാര്യത്തിൽ
ഒരു പ്രചോദനമാകാവുന്ന ഒരു സംഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മോണ്ടിസോറിയുടെ അച്ഛൻ ഇതിനെ തീരെ അനുകൂലമായ സമീപനമല്ല എടുത്തിരുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഒരു പ്രത്യേകമായ സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, അന്നത്തെ അവിടുത്തെ രീതി അനുസരിച്ചിട്ട് മെഡിക്കൽ സ്കൂളിലെ 1-ാം വർഷത്തിന് ശേഷം വിദ്യാർത്ഥികളൊരു സെമിനാർ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. മോണ്ടിസോറിയുടെ ഒരു അനുഭവം, അതായത് വളരെ ശത്രുതാ മനോഭാവമുള്ള ഒരു സ്ഥലത്ത് ആണ് മോണ്ടിസോറി ഒരു പ്രഭാഷണം നിർവഹിക്കേണ്ടത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല, മോണ്ടിസോറി വളരെ ആർജവത്തോടു കൂടി വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രഭാഷണം നടക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ അവിടെ വന്നിരുന്നു. വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ വന്നതാണ്. കാരണം മോണ്ടിസോറി എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണകളൊന്നും മോണ്ടിസോറിയുടെ അച്ഛൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു പ്രഭാഷണത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. പക്ഷേ പ്രഭാഷണത്തിന് ശേഷം ഈ പ്രഭാഷണം വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുകയും മോണ്ടിസോറിയുടെ അച്ഛനെ അവിടെ കൂടിയിരുന്ന ആളുകൾ വളരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് മോണ്ടിസോറിയുടെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തെ അതിൻ്റെ മഞ്ഞുരുക്കം. അപ്പോൾ എന്തായാലും വളരെ പ്രയാസപ്പെട്ട് എല്ലാ അർത്ഥത്തിലും വെല്ലുവിളികളെ അതിജീവിച്ച് ആണ് മോണ്ടിസോറി ഈ കോഴ്സ് പൂർത്തിയാക്കുന്നത്. 1896 അവരുടെ 26-ാമത്തെ വയസ്സിൽ അവർ മെഡിക്കൽ സ്കൂൾ ബിരുദം കരസ്ഥമാക്കുന്നു. ബിരുദം കരസ്ഥമാക്കിയ ഉടനെ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒന്ന് അവർ അവിടുത്തെ റോം യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി ക്ലിനിക്കിൽ അസിസ്റ്റൻറ്റ് ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജർമ്മനിയിൽ നടന്ന ഒരു ഫെമിനിസ്റ്റ് കോൺഫറൻസിൽ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. അവരന്ന് സംസാരിച്ചത് സ്ത്രീകളുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെയാണ്. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രഭാഷണമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വലിയൊരു റോൾ മോഡലാവാൻ ശേഷിയുള്ള ആളാണ് മോണ്ടിസോറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1900 അതുപോലെ തന്നെ അവർ ലണ്ടനിലൊരു കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് സംസാരിച്ചത് മൈനുകളിൽ ഖനികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. അത് വിക്ടോറിയ രാജ്ഞിയൊക്കെ പ്രസൻ്റായിരുന്നു ഒരു പ്രഭാഷണമായിരുന്നു. വളരെ ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, മോണ്ടിസോറി ഒരു എഡ്യൂക്കേഷൻ സംവിധാനം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സൈക്യാട്രി ക്ലിനിക്കിൽ സൈക്യാട്രി ആശുപത്രിയിൽ അസിസ്റ്റൻറ്റ് ഡോക്ടറായിട്ട് ചേർന്നു 1896 തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് റോമിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കേണ്ടി വരികയുണ്ടായിരുന്നു. ആ സന്ദർശനമാണ് കുട്ടികളുമായിട്ടുള്ള അവരുടെ ഒരു ആദ്യത്തേതെന്ന് പറയാവുന്ന ഒരു അനുഭവം. ഈ മെൻ്റൽ അസൈലംസിൽ പോകുമ്പോൾ അവിടെ അവർ കാണുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ചെറിയ കുട്ടികളും താമസിക്കുന്നത്. ഏകദേശം ഒരു ജയിൽ പോലെയാണ് കുട്ടികളെ സംബന്ധിച്ച് അതുണ്ടായിരുന്നത്. ഇതിൽ മോണ്ടിസോറിയെ സംബന്ധിച്ച് ഭയങ്കര നല്ല ഒരു
സഹതാപം, അലിവ് ഉണ്ടാവുകയാണ്. ഒരു പ്രത്യേക സംഭവം മോണ്ടിസോറിയുടെ ഭാവിയിൽ അവരുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസക്തമായ ഒരു സംഭവം ഈ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവം. അവിടുത്തെ കുട്ടികൾ അവിടുത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികൾ അവിടെ നിലത്ത് കിടന്നു ഉരുളുകയും എന്നിട്ട് ഭക്ഷണത്തിൻ്റെ പൊട്ടും പൊടിയൊക്കെ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയെക്കുറിച്ച് അവിടെ ഈ കുട്ടികളെ നോക്കുന്ന ഒരു സ്ത്രീ വളരെ മോശമായ ഒരു സ്വഭാവത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മോണ്ടിസോറിയുടെ നിരീക്ഷണത്തിൽ മോണ്ടിസോറി അവിടെ നോക്കുമ്പോൾ കാണുന്ന കാര്യം, കുട്ടികളെ സംബന്ധിച്ച് അവിടെ കളിപ്പാട്ടങ്ങളോ കൈകൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഒന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് ഒരു സെൻസറി സ്റ്റിമുലേഷൻ ആവശ്യമുണ്ട് എന്ന് മോണ്ടിസോറിയുടെ പഠനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സൈക്യാട്രി ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് മോണ്ടിസോറി സ്വാഭാവികമായിട്ടും അന്നത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 2 ഫ്രഞ്ച് ഡോക്ടേഴ്സിനായിട്ടുള്ള ബന്ധമുണ്ട്. ഡോക്ടർ ജീൻ ഇറ്റാഡും ഡോക്ടർ എഡ്വേർഡ് സെഗിനും. ഒരു സംഗതി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1889 മോണ്ടിസോറി നടത്തിയ ഒരു പ്രഭാഷണമാണ് ടൂറിനിലെ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മോണ്ടിസോറി നടത്തിയൊരു പ്രഭാഷണമാണ് മോണ്ടിസോറിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായ ഒരു സംഗതി. ആ പ്രഭാഷണത്തിൽ അവർ സംസാരിച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചായിരുന്നു. അവർ പറഞ്ഞ കാര്യം, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ സമൂഹത്തിനെ പുറത്തു നിർത്തേണ്ട ആളുകളല്ല. അവർക്ക് സാധാരണ കുട്ടികളെ പോലെയോ അതിനേക്കാൾ അധികമോ ശ്രദ്ധയും ആവശ്യമുണ്ട്, വിദ്യാഭ്യാസം ആവശ്യമുണ്ട് എന്ന് മോണ്ടിസോറി ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ആ പ്രഭാഷണ വേദിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഗൈഡോ ബാസലി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇറ്റലിയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ പ്രഭാഷണത്തിന് ശേഷം ഡോക്ടർ ബാസലി മോണ്ടിസോറിയോട് ഇറ്റലിയിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലെക്ചർ സീരീസ് നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ലെക്ചർ സീരീസ് 2 കാര്യങ്ങൾ അതിലുണ്ടായി. ഒന്ന്, ഇറ്റലിയിലെ സയൻറ്റിഫിക് പെഡഗോജി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് രൂപപ്പെടാൻ അത് സഹായിച്ചു. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ഓർത്തോഫ്രീനിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനവും രൂപപ്പെട്ടു. ഈ ഓർത്തോഫ്രീനിക് സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് മോണ്ടിസോറി നിയമിക്കപ്പെടുകയും ചെയ്തു. ഈ 2 വർഷമാണ് മോണ്ടിസോറിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ടൊരു സമയമായിരുന്നു ഇത്. ഈ 2 വർഷം മോണ്ടിസോറി വേറെ ഒന്നും ചെയ്യാതെ ഈ സ്റ്റേറ്റ് ഓർത്തോഫ്രീനിക് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതായത് രാവിലെ 8 മണി മുതൽ 7 മണി വരെ കുട്ടികളെ പഠിപ്പിക്കുകയും 7 മണിക്ക് ശേഷം രാത്രി ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിനെക്കുറിച്ചുള്ള ആലോചനകളും ഒക്കെ ആയിട്ടാണ് മോണ്ടിസോറി നോട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഇത്. വളരെ കഠിനമായ ഒരു പ്രയത്നത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് കുറച്ചും കൂടി ആഴത്തിൽ മോണ്ടിസോറി സെഗിനെയും ഇറ്റാഡിനെയൊക്കെ പഠിക്കുന്നുണ്ട്. ലണ്ടനിലും പാരീസിലുമൊക്കെ പോയിട്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഇത് വലിയൊരു വഴിത്തിരിവായിരുന്നു. 2 വർഷത്തിന് ശേഷം ഈ മോണ്ടിസോറിയുടെ കീഴിലുള്ള ഈ കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുകയും അവിടുത്തെ സാധാരണ കുട്ടികളുടെ കൂടെ പൊതുപരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ പല കുട്ടികളും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വരുന്നു. ഇത് ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആർജിച്ചു. മോണ്ടിസോറി ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ യഥാർത്ഥത്തിലുള്ള ഡിഗ്രി ഈ സമയത്താണ് ഞാൻ നേടിയത് എന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് 1901 വ്യക്തിപരമായ കാരണങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തീർച്ചപ്പെടുത്തി പറയുകയല്ല. കാരണങ്ങൾ കൊണ്ട് ഈ ജോലിയിൽ നിന്ന് മോണ്ടിസോറി രാജിവെക്കുന്നുണ്ട്. അതേസമയം അവരുടെ മറ്റുള്ള ജോലികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനും തുടങ്ങുന്നുണ്ട്. അവിടെ എന്താ പറയുക, ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ അവർ പഠിപ്പിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റോ ഫെമിനായി എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് കോളേജ്, വിമൻസ് ട്രെയിനിങ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പല ഹോസ്പിറ്റലുകളിലും അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ സ്വകാര്യ പ്രാക്ടീസും നടത്തിയിരുന്നു. സ്വകാര്യ പ്രാക്ടീസ് വളരെ രസകരമായ ചില കാര്യങ്ങൾ EM സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. അത് ഇവിടെ ഞാൻ പറയുന്നില്ല, വേറെ അനുബന്ധമായിട്ട് വേറെ സമയത്ത് ചെയ്യാം. ഈ ഓർത്തോഫ്രിങ് സ്കൂളിലെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം മോണ്ടിസോറി വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ പോവുകയും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പഠിക്കുന്നുണ്ട്. കാരണം അവർ വളരെ വേഗമായ രീതിയിൽ, വളരെ അത്ര വ്യക്തമല്ലാത്ത രീതിയിലാണെങ്കിലും അവരുടെ ഒരു ഭാവിയിലെ മിഷനെ കുറിച്ചൊരു ധാരണ ഉള്ളതുപോലെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിലോസഫി പഠിക്കുന്നുണ്ട്, സൈക്കോളജിയൊക്കെ. ആ സമയത്ത് തന്നെ അവർ യൂണിവേഴ്സിറ്റി ഓഫ് റോമിൽ ലെക്ചർ കൂടിയാണ്, പ്രൊഫസർ കൂടിയാണ്. നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല, ഒരു പ്രൊഫസറായിട്ട് ഒരാൾ വീണ്ടും കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. മോണ്ടിസോറിയുടെ ജീവിതം ഒരു വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൂടാതെ തന്നെ ഇറ്റാഡിൻ്റെയും സെഗിൻ്റെയൊക്കെ വർക്കുകൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെയും വർക്കുകൾ പുസ്തകങ്ങൾ ഇറ്റലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവർ സ്വന്തമായിട്ട് കൈകൊണ്ട് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് അത്രമാത്രം നമുക്ക് വായിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് അതിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആഴം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇറ്റാഡിനെ കുറിച്ചും സെഗിനെ കുറിച്ചും നമ്മൾ പ്രത്യേകം പരാമർശിക്കണം. ഈ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി രൂപപ്പെടുന്നതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പങ്ക് അതിനുണ്ട്. ഇറ്റാഡ് വളരെ പ്രശസ്തനാകുന്നതിൻ്റെ ഒരു കാരണം വൈൽഡ് ബോയ് ഓഫ് ആവയോൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠന പരീക്ഷണങ്ങളാണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ആണിത് സംഭവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് പാരീസിൽ ഒരു കാട്ടിൽ നിന്ന് 12 വയസ്സായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടുന്നുണ്ട്. ആ കുട്ടിയുടെ പ്രത്യേകത, ആ കുട്ടിയുടെ പെരുമാറ്റങ്ങൾ മൃഗങ്ങളെ പോലെയാണ്. കാരണം വേറെ കാട്ടിലായതുകൊണ്ട് വേറെ മനുഷ്യരുടെ എക്സ്പോഷറൊന്നും കിട്ടുന്നില്ല. അതുപോലെ സംസാരശേഷിയുമില്ല. അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇറ്റാഡിൻ്റെ ഒരു വർക്ക്. ഇതിനെക്കുറിച്ച് അദ്ദേഹം
ഈ ഈ വൈൽഡ് ബോയ് ഓഫ് അവയോൺ, വിക്ടർ എന്നാണ് പിന്നെ ആ കുട്ടിക്ക് പേരിടുന്നത്. ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളെ അദ്ദേഹം ഒരു പുസ്തകമാക്കുന്നുണ്ട്. ഇത് മോണ്ടിസോറി പഠിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇറ്റാഡിൻ്റെ ശിഷ്യനാണ് ഡോക്ടർ സെഗിൻ. അദ്ദേഹം ഫ്രാൻസിലെ ഒരു മൂകരും ബധിരരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സ്കൂൾ നടത്തുകയും അത് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അനുഭവങ്ങളെ ഇറ്റാഡും പുസ്തകമാക്കുന്നുണ്ട്. ഈ പുസ്തകവും ഒരു 600ഓളം പേജുള്ള പുസ്തകമാണ് അത്രയത്. അത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് മോണ്ടിസോറി ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷം പഠനങ്ങളാണ് പിന്നെ മോണ്ടിസോറി നടത്തിയിരുന്നത്. ഈ പഠനങ്ങളും ഈ ഓർത്തോഫിനിക് സ്കൂളിൽ അവർ ചെയ്ത വർക്കുമാണ് പിൽക്കാലത്ത് ഒരു മോണ്ടിസോറി സംവിധാനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് രൂപപ്പെട്ടത്. ഈ ഓർത്തോഫിനിക് സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവർ കുട്ടികളെ എഴുതാനും വായിക്കാനും മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ പരീക്ഷ എഴുതാനും ഒക്കെ സാധിച്ചു എന്ന് പറഞ്ഞു. ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയെന്നും പറഞ്ഞു. എല്ലാവരും ഇതിനെ പ്രകീർത്തിച്ചപ്പോൾ മറിയ മോണ്ടിസോറി ഇതിനെക്കുറിച്ച് ആലോചിച്ചത്, ഈ കുട്ടികൾക്ക് മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഈ കുട്ടികൾക്ക് ഇത്രയും ഈ സാധാരണ കുട്ടികളുടെ ഒപ്പം എത്താമെന്നുണ്ടെങ്കിൽ ഇതേ രീതി സാധാരണ കുട്ടികളിൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ആണ് മോണ്ടിസോറി ചിന്തിക്കുന്നത്. ഇത് ഈ രീതി പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളിയിൽ ഉള്ള ആളുകൾക്ക് മാത്രമാവണമെന്നില്ല, എല്ലാവർക്കും ഉപകാരപ്പെടാം. നമ്മളുടെ കുട്ടികൾ, സാധാരണ കുട്ടികൾ വേണ്ടത്ര വിജയിക്കാതെ ഇതിനേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയാത്തത് ആ വിദ്യാഭ്യാസ സിസ്റ്റത്തിലുള്ള പാളിച്ചകളാണ്, അതിൻ്റെ യുക്തിയിലുള്ള അടിസ്ഥാനങ്ങളിലുള്ള പാളിച്ചകളാണ് എന്നാണ് മോണ്ടിസോറി മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെയുള്ള പഠനങ്ങൾ അവർ തുടരുന്നുണ്ട്. 1904 പിന്നെ ചരിത്രത്തിൽ പ്രസക്തമായ ഒരു കാര്യം, 1904 റോമിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ആന്ത്രപ്പോളജിയുടെ നരവംശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായിട്ട് നിയമിതയാവുന്നുണ്ട് മോണ്ടിസോറി. ഈ സമയത്ത് രസകരമല്ല, ആന മക്രോണി എന്ന് പറയുന്ന ഒരു മോണ്ടിസോറിയുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞത്, മോണ്ടിസോറിയുടെ പ്രൊഫസർ എന്ന അർത്ഥത്തിൽ ആദ്യത്തെ പ്രഭാഷണത്തിൽ അവർ ആന്ത്രപ്പോളജിയേക്കാൾ കൂടുതൽ, നരവംശാസ്ത്രത്തേക്കാൾ കൂടുതൽ അവർ സ്കൂളിനെ കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത് എന്നാണ്. അവർ പറഞ്ഞത്, അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് കുട്ടികളെ ജഡ്ജ് ചെയ്യുകയല്ല, അതിനു പകരം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് അവർ പറഞ്ഞ ഒരു കാര്യം. ആന്ത്രപ്പോളജിയെക്കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്, സ്കൂൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, മോണ്ടിസോറി വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മോണ്ടിസോറിയുടെ ചിന്തകളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കുട്ടികളിൽ എങ്ങനെയാണ് ഇത് പ്രയോഗിച്ചാൽ എന്ത് ഫലമുണ്ടാകും എന്നൊക്കെയുള്ള ആലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മോണ്ടിസോറിക്ക് അത് പ്രയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഈ ഒരു പരീക്ഷണത്തിന് അവിടെ ഒരു സ്കോപ്പ് ഇല്ലല്ലോ, സാധ്യത കുറവാണല്ലോ. പക്ഷേ ഒരു പ്രത്യേകമായിട്ടൊരു സംഭവം ഉണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റലിയിലെ ബാങ്കേഴ്സ് എല്ലാം ചേർന്നിട്ടുള്ളൊരു ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിയോ റൊമാനോ ഡി ബെനി സ്റ്റെബിലി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, ഇറ്റലിയിലെ ചേരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ഹൗസിംഗ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, വലിയ അപ്പാർട്ട്മെൻറ്റ്സ് ബ്ലോക്കുകൾ എടുത്തിട്ട് അത് റിനോവേറ്റ് ചെയ്ത്
ദരിദ്രരായ കുടുംബങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നടന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമും അതിൻ്റെ തകർച്ചയുടെയും ഫലമായിട്ട് ഇറ്റലിയിൽ ഒരുപാട് ഇതുപോലെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചേരികൾ താമസിക്കുന്ന ആളുകൾ ഒരു ഒട്ടും ഹൈജീനിക് അല്ലാത്ത സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പരിഹരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ഈ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അവർ വെച്ച ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്ന ആളുകൾ അത് നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നത്, ഈ ആളുകൾ ജോലിക്ക് പോവുകയും മുതിർന്ന കുട്ടികൾ സ്കൂളിൽ പോവുകയും ചെയ്യുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ അവരെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ആ സമയത്ത് അത് ഇതിൻ്റെ മെയിൻ്റനൻസിനെ അത് ബാധിക്കും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അവരാലോചിച്ചത്, ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ നോക്കാനൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ലാഭകരം എന്ന് അവർ ആലോചിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് ഒരു മോണ്ടിസോരിയുടെ ഈ വർക്കിനെ കുറിച്ചൊക്കെ ഒരു ആലോചന വരികയും മോണ്ടിസോരിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മോണ്ടിസോരി ആണെങ്കിൽ സാധാരണ കുട്ടികളിൽ ഈ ഒരു സിസ്റ്റം പ്രയോഗിക്കണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ മോണ്ടിസോരി വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അംഗീകരിക്കുകയും ആ അർത്ഥത്തിൽ ഇറ്റലിയിലെ സാൻ ലൊറെൻസോ എന്ന് പറയുന്ന ചേരിയിൽ, ഈ ഒരു ചേരി പ്രദേശത്ത് അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിലെ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു സ്പേസ് മോണ്ടിസോരിക്കായിട്ട് മാറ്റിവെക്കുകയും അവിടെ ഒരു 10-60ഓളം ഇത്തരം കുട്ടികളെ ഒരുമിച്ച് ചേർക്കുകയും ആണ് ചെയ്തത്. ഇതാണ് ആദ്യത്തെ മോണ്ടിസോരി സ്കൂൾ, കാസ ഡി ബാംബിനി എന്ന് പറയുന്ന ആദ്യത്തെ സ്കൂൾ. അവിടെ മോണ്ടിസോരി നേരിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവിടുത്തെ 1-2 ആളുകളെ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇതാണ് മോണ്ടിസോരിയുടെ ഈ ജനനം മുതൽ ഈ 1906 വരെ ഈ കാസ ഡി ബാംബിനി ഉണ്ടാക്കുന്നത് വരെയുള്ള ഒരു ചരിത്രം. അതിൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ നമുക്കെല്ലാം പഠിക്കേണ്ട. ഒന്ന്, നിങ്ങൾ ഈ പുസ്തകം വായിക്കാം. രണ്ടാമത്തത്, നമ്മളുടെ ചർച്ചകളിൽ ഞാൻ പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അവിടെയുള്ള ചർച്ചകളിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയാണ് ഇതിൻ്റെ ഉദ്ദേശം.